അമ്മമാരുടെ കാര്യങ്ങളൊക്കെ വളരെ കഷ്ടപ്പാടാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നുന്ന പോലത്തെ ഒരു ദിവസമാണ് ഇന്ന്. അച്ഛന്മാർക്ക് കഷ്ടപ്പാടില്ലേ എന്ന് ചോദിച്ചാലും കമൻ്റ് ഇടണ്ട, അവരുടെ കഷ്ടപ്പാട് വേറെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു വിക്രമാദിത്യനും വേതാളവും കളിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലും കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച്. ഞാനിങ്ങനെ തൊണ്ടവേദനയ്ക്കുള്ളൊരു ചായയും ഒക്കെ റെഡിയാക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് എഴുന്നേക്കുന്നത് ഞാൻ കേട്ടു. സാധാരണ അവൻ അടുക്കളയിലേക്ക് വരാറുണ്ട്. എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് ചെന്ന് നോക്കിയപ്പോഴാണ് മാധവ് പല്ല് വയ്ക്കുന്ന സമയത്താണ് അവനെ എണീറ്റത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാധവിന് കൂട്ടിനിങ്ങനെ നിന്ന് ആ ഒരു ആശ്വാസത്തിൽ ഞാൻ അങ്ങ് തിരിച്ചു പോന്നു. ഈ ഒരു കാഴ്ച എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ നല്ല സന്തോഷത്തിൽ കൊച്ചിന്ന് ഹാപ്പി മൂഡാണെന്നൊക്കെ വിചാരിച്ച് എന്നാൽ പിന്നെ ബാക്കി കറിക്കുള്ള കാര്യങ്ങൾ സെറ്റാക്കാം എന്ന് കരുതി നിന്നപ്പോൾ ദാ വന്നു എൻ്റെ വേതാളം റെഡി. ഇനി ഇവനെടുത്ത് ഒക്കത്ത് വയ്ക്കുക എന്നുള്ളൊരു ചടങ്ങേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സവാളയൊക്കെ വഴച്ചാൽ നേരത്തൊക്കെ ഇവനെ ഒക്കത്ത് വെച്ച് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു. പിന്നെ ഇവന് വേണ്ടി വാങ്ങിയൊരു ഹൈ ചെയറാണ് ആ മൂലയ്ക്ക് കിടക്കുന്നത്. പിന്നെ കൊച്ചിന് ഇങ്ങനെ മാതൃസ്നേഹം കൂടുതലായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഒക്കത്താണ് കേട്ടോ. ഈ രണ്ടാമത്തെ കുട്ടികളൊക്കെ പൊതുവേ ഇങ്ങനെ മാതൃസ്നേഹികളാണ്. വല്ലാതെ മാതൃസ്നേഹം എനിക്ക് അത്രയ്ക്കും കൂടി പിടിക്കണമില്ല. ഇപ്പം നമ്മൾ ഫിലോസഫിക്കലൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് റീൽസ് ഞാൻ കാണും. അതായത് ഈ ഒരു പ്രായത്തിലാണ് നമ്മൾ അവർ ആവശ്യപ്പെടുള്ളൂ, ഈ ഒരു പ്രായത്തിലാണ് നമ്മൾ അവർക്ക് സമയം കൊടുക്കേണ്ടതുള്ളൂ, ഈ ഒരു പ്രായത്തിലേക്ക് 24 മണിക്കൂർ സമയം കൊടുക്കണം എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഒരു 2 വയസ്സൊക്കെ ആയ കൊച്ചിന് കുറച്ചൊക്കെ മാറിയിരുന്നൊക്കെ ഒന്ന് കളിക്കാം. ഇനി എൻ്റെ ഈ വീഡിയോയ്ക്ക് നിർബന്ധമായും വന്നിരിക്കേണ്ട കമൻറ്റുകളിൽ ഒന്നാണ് ഇതൊക്കെ ഇവിടെ വന്ന് പറയേണ്ട കാര്യം എന്താണ് എന്ന്. അല്ലെങ്കിൽ ഫോൺ എടുക്കുന്ന നേരത്തെ കൊച്ചിനെ നോക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന മാന്യന്മാരും ഉണ്ടാവും. ശരിക്കും ഈ ഒരു വ്ളോഗിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഹാപ്പിനെസ്സാണ്. പിന്നെ ഫോൺ അവിടെ സൈഡിൽ സ്റ്റാൻഡിൽ ഇരിക്കുന്നേ ഉള്ളൂ. കൊച്ചിനെ നോക്കുന്നതും ഫോണുമായിട്ട് വലിയ കണക്ഷനൊന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. എന്നാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പല വീടുകളിലെയും കാഴ്ചയാണ് ഇത് കേട്ടോ. അതായത് ഞാനൊരമ്മയാണ്, ഇതുപോലത്തെ പല അമ്മമാരുടെ സിറ്റുവേഷനാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കാര്യങ്ങളെല്ലാവരും അമ്മമാരോ ഭാര്യമാരോ ഒക്കെ ചെയ്തു തരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് നിങ്ങൾ വൈഫിന് കൊടുക്കുക എന്ന്. ഇനി വരാൻ പോകുന്ന വേറൊരു കമൻറ്റ് ഹസ്ബൻഡിന് എന്താ ജോലി എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, വാശിക്കാരന് ഞാൻ ദോശ എടുത്തുകൊണ്ടെന്ന് കൊടുക്കാൻ നോക്കിയപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. തനിയെ കഴിക്കൂ എന്നും പറഞ്ഞ് ഈ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് കുറേ നോക്കി. അപ്പോൾ അത് മടിയിൽ ഒതുങ്ങാത്തതുകൊണ്ട് ലാസ്റ്റ് തോൽവി സമ്മതിച്ചിരിക്കുന്ന മുഖച്ചായാണ് കേട്ടോ ഇത്. ലാസ്റ്റ് ഞാൻ തന്നെ വാരിക്കൊടുത്ത ആൾ ഫുഡ് കഴിച്ചു. അപ്പോൾ എന്താ പറയുക, എല്ലാ അമ്മമാർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് രാവിലെ കുറച്ച് നേരത്തെ മാത്രം ഒരു സീനാണ് കേട്ടോ. അപ്പോൾ ഒരു ഫുൾ ഡേ സർവൈവ് ചെയ്യുന്ന നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. താങ്ക്